Hi friends, welcome to Commerce Bytes. I am so happy and excited that I am receiving a lot and lots of messages that my students are all happy with the daily classes from Commerce Bytes till exam. അല്ല എക്സാം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ്സ് ഫോർ ഷുവർ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. വി കൊമേഴ്സ് ബൈറ്റ്സ് ആർ ഓൾവേസ് വിത്ത് യു ഫോർ ഓൾ യുവർ കേരള സെറ്റ് പ്രിപ്പറേഷൻസ്. ഓക്കെ, നിങ്ങൾക്കെല്ലാവർക്കും ഹയർ എഡ്യൂക്കേഷൻ്റെ സെക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കുറേയധികം സ്റ്റുഡൻസ് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, മാം ഞങ്ങൾക്ക് പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യയുടെയും പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയുടെയും ഒരു രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ കുറച്ച് വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് തരൂ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് ദാറ്റ് കൈൻഡ് ഓഫ് വീഡിയോ. ഇപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ സംഭവിച്ച കുറച്ച് കമ്മീഷൻസും അതുപോലെ കുറച്ച് ആക്ട്സും എല്ലാമാണ്. ഇത് കീവേഡ് മോഡലല്ല ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കീവേഡ്സ് പഠിച്ചു നിങ്ങളൊരു വഴിയായി എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. ദിസ് ഈസ് എ സ്റ്റോറി ടെല്ലിംഗ് ടൈപ്പ്. ഓക്കെ, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്റ്റോറി ടെല്ലിംഗ് ടൈപ്പാണ്. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. സോ ഒരു കഥ പോലെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പറയുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാനും പറ്റും, അതുപോലെ മൈൻഡിൽ നിൽക്കുകയും ചെയ്യും. അതാണ് ഈ കഥയുടെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നിങ്ങൾക്കും ഭാവിയിൽ ഫ്യൂച്ചർ ടീച്ചേഴ്സായി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഭയങ്കര റഫാണ്, ഡ്രൈ ആണ്, ഒട്ടും പഠിപ്പിക്കാനും ഇഷ്ടമല്ല, പഠിക്കാനും ഇഷ്ടമല്ല എന്നുള്ള ഒരു ടൈപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മേ ബി അതിൽ ചിലപ്പോൾ ലോജിക്കോ മീനിങ്ങോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഒരു കഥയുടെ രീതിയിലേക്ക് ആവുമ്പോൾ എല്ലാവർക്കും പഠിക്കാനും അതുപോലെ തന്നെ കേട്ടിരിക്കാനും താല്പര്യം ഉണ്ടാവും, അല്ലേ? സോ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കഥയുടെ മാറ്റർ, ആ ഒരു കഥയുടെ രൂപത്തിലൂടെയാണ്. കാരണം ഇപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം കീവേഡ്സ് പഠിച്ച് അവർക്കറിയാം. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് കീവേഡ്സ് വരുന്നത്, ഇതൊക്കെയാണ് അതിൻ്റെ ടിപ്സ്, ഇതൊക്കെയാണ് അതിൻ്റെ ട്രിക്സ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇപ്പോൾ നമ്മൾ കഥയുടെ ഫോമാറ്റിലാണ് ഈ ഒരു സംഭവം പഠിക്കാൻ പോകുന്നത്. വലിയ ലോജിക്കൊന്നും ഉണ്ടാവില്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഈ സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ കാലം മുന്നേ, അതായത് 1800s ഈ ഒരു സംഭവം. നമ്മളുടെ ഈ സ്റ്റോറി തുടങ്ങുന്നത് 1813 ഓക്കെ, 1813 എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവരൊരു ചാർട്ടിൽ ഒരു ആക്ട് എഴുതിയിട്ടു. ഓക്കെ, ആദ്യം 1813 സംഭവിച്ചത് ഒരു ചാർട്ടിൽ അവരൊരു ആക്ട് എഴുതിയിട്ടു. അപ്പോൾ ആ ഒരു ആക്ടിൻ്റെ പേരെന്തായി? ചാർട്ടർ ആക്ട്. ചാർട്ടിൽ ആക്ട് എഴുതിയിട്ടതുകൊണ്ട് ചാർട്ടർ ആക്ട്. ഓക്കെ, ആ ഒരു ആക്റ്റിൽ അവർ മെയിൻ കണ്ട ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻറ്റിഫിക് നോളജ് എല്ലായിടത്തേക്കും അങ്ങോട്ട് സ്പ്രെഡാക്കാം. അതാണ് മെയിനായിട്ട് അവർ കണ്ട ഒബ്ജക്റ്റീവ്. അപ്പോൾ 1813 ഉണ്ടായിരുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്പ്രെഡ് സയൻറ്റിഫിക് നോളജ്, സയൻസ് ബന്ധപ്പെട്ട നോളജ് എല്ലായിടത്തേക്കും അവർ സ്പ്രെഡ് ചെയ്തു. ഇനി 4 കൊല്ലം കഴിഞ്ഞു. ഓക്കെ, 1817 4 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അവർ വിചാരിച്ചു, ഓക്കെ ഇപ്പോൾ അത്യാവശ്യം സയൻറ്റിഫിക് നോളജ് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്തു, എന്തുകൊണ്ട് നമുക്കൊരു കോളേജ് തുടങ്ങിക്കൂടാ? അങ്ങനെ അവർ കൽക്കട്ടയിൽ ഒരു ഹിന്ദു കോളേജ് സ്റ്റാർട്ട് ചെയ്തു. ഈ കോളേജിനെ 2010 ആയപ്പോഴേക്കും പ്രസിഡൻസി യൂണിവേഴ്സിറ്റി എന്നാണ് പിന്നീട് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കിപ്പോൾ ഇത്ര പോയിൻറ്റ്സ് കവർ ചെയ്തു. ചാർട്ടർ ആക്ട്, ചാർട്ടിൽ ആക്ട് ചെയ്തതുകൊണ്ട് ചാർട്ടേർഡ് ആക്ട് എന്ന് നമ്മൾ വിളിച്ചു. ആ ചാർട്ടർ ആക്ടിന് 1813 സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ അവരെന്താ ചെയ്തത്? സയൻറ്റിഫിക് ആയിട്ടുള്ള നോളജ് അവർ സ്പ്രെഡ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് മനസ്സിലായി, ഓക്കെ സയൻറ്റിഫിക് നോളജ് അത്യാവശ്യം നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് ഒരു കോളേജ് സ്റ്റാർട്ട് ചെയ്താലോ? എന്നിട്ട് അവർ ഹിന്ദു കോളേജ് ഇൻ കൽക്കട്ടയിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഈ ഇത്രയും പറഞ്ഞ പോയിൻറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പോയിൻറ്റിലേക്ക് പോവുകയാണ്. ഓക്കെ, സോ പിന്നീട് അങ്ങോട്ട് കുറച്ച് വർഷം അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി ഒരു 1823 ആയി. 1823 എലിഫൻസ്റ്റൺ റിപ്പോർട്ട്. ഓക്കെ, എലിഫൻസ്റ്റോൺ റിപ്പോർട്ട് എന്നാണ്. അതിന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കൺവേർട്ട് ചെയ്ത് നമ്മൾ അവിടെ ഒരു 23 ആനകളെ കണ്ടു എന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക.
ഞാനീ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹെഡ്സെറ്റിൽ ഈ ഒരു വീഡിയോ കണക്ട് ചെയ്തിട്ട് ഞാനീ പറയുന്ന ഓരോ കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് നിങ്ങൾ 23 ആനേനെ വരയ്ക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഹെഡ്സെറ്റിൽ കണക്ട് ചെയ്തിട്ട് വീഡിയോയിൽ കണ്ണടച്ച് ആ ഒരു വിഷ്വലൈസിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. കാര്യമായിട്ടാണ് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, സോ ഞാൻ പറഞ്ഞു 23 ആനകൾ. ഓക്കെ, എലിഫൻസ്റ്റൺ റിപ്പോർട്ട്. അപ്പോൾ അവിടെ മെയിനായിട്ട് നടന്ന ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡിസ്ട്രിക്ട് എക്സാമിനേഷൻ ഓഫീസേഴ്സിനെ അപ്പോയിൻമെൻറ്റ് ചെയ്തു, പിന്നെ സ്കൂൾ സൂപ്പർവൈസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തു, പിന്നെ ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ സയൻറ്റിഫിക് നോളജ് സ്പ്രെഡ് ചെയ്തു, അവിടെ ഒരു കോളേജും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ കോളേജിലേക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ്. എക്സാം നടത്തണമെങ്കിൽ അവിടെ ഡിസ്ട്രിക്ട് എക്സാമിനേഷൻ ഓഫീസേഴ്സ് വേണം, പിന്നെ സ്കൂൾ സൂപ്പർവൈസേഴ്സ് വേണം, പിന്നെ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കണം. ആവശ്യമല്ലേ? അത്രേ അവരും ചെയ്തുള്ളൂ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് പറയുന്നേ ഒന്നുള്ളൂ. സംഭവം എലിഫൻസ്റ്റൺ റിപ്പോർട്ട് 1823. അവിടെ അവരുടെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റെക്കമെൻഡഡ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡിസ്ട്രിക്ട് എക്സാമിനേഷൻ ഓഫീസേഴ്സ്, സ്കൂൾ സൂപ്പർവൈസേഴ്സ് ആൻഡ് സജസ്റ്റ് ട്രെയിനിങ് ഫോർ ടീച്ചേഴ്സ് എന്നാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി, ആ ഓർത്തെടുക്കാൻ വേണ്ട സുഖത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ടൈപ്പിൽ പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ 23 എലിഫൻസിനെ കണ്ടു. അത് കഴിഞ്ഞ് 23 എലിഫൻസിനെ കണ്ട് കുറച്ചങ്ങോട്ട് പോയി ഒരു 10-35 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ദേ വന്നു മാക്കുലി മിനിറ്റ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, 23 ആനകളെ കണ്ട് നമ്മൾ ഒരു 10-35 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും 35 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവിടെ മാക്കുലീസ് വന്നു. മാക്കുലീസ് മിനിറ്റ്സ് അപ്പോൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്പേഴ്സ് വെച്ച് കണക്ട് ചെയ്ത് പറയുന്നതെന്ന്. കാരണം ഇതിൻ്റെ ഇയേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കണക്ട് ചെയ്ത് പറയുന്നത്. ഓക്കെ, സോ 35 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവിടെ മാക്കുലീസ് വന്നു. സോ മാക്കുലീസ് മിനിറ്റ്സ് അപ്പോൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ. ഓക്കെ, ഇനി മാക്കുലീസ് മിനിറ്റ്സിൽ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം, ഇൻട്രൊഡ്യൂസ്ഡ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ആൻഡ് റിമൂവ് ദ ഏജ് റിലേറ്റഡ് ബൈസസ് ഫോർ എഡ്യൂക്കേഷന് പണ്ട് ഏജ് റിലേറ്റഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കണം എന്നാണ് മാക്കുലീസ് മിനിറ്റ്സിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. ചാർട്ടർ ആക്ട്, ചാർട്ടിൽ ആക്ട് എഴുതിയതുകൊണ്ട് ചാർട്ടേഡ് ആക്ട്. അത് സ്റ്റാർട്ട് ചെയ്ത ഇയർ 1813 അവിടെ അവർ എല്ലായിടത്തും സയൻറ്റിഫിക് നോളജ് സ്പ്രെഡ് ചെയ്തു. അത് കഴിഞ്ഞ് 1817 ആയപ്പോഴേക്കും അവർ എന്നാൽ പിന്നെ നമുക്കൊരു കോളേജ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഹിന്ദു കോളേജ് സ്റ്റാർട്ട് ചെയ്തു. അതിനെ പ്രസിഡൻസി യൂണിവേഴ്സിറ്റി എന്നാണ് വിളിച്ചത്. അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴേക്കും അവിടെ 23 എലിഫൻസിനെ കണ്ടു. 23 എലിഫൻസിൻ്റെ ഒപ്പം തന്നെ നമ്മളവിടെ കുറച്ച് അപ്പോയിൻമെൻറ്റും കുറച്ച് ട്രെയിനിങ്ങൊക്കെ സജസ്റ്റ് ചെയ്തു. ട്രെയിനിങ് പറഞ്ഞത് ടീച്ചേഴ്സിനാണ്. പിന്നെ അപ്പോയിൻമെൻറ്റ് നടത്തിയത് ഡിസ്ട്രിക്ട് എക്സാമിനേഷൻ ഓഫീസേഴ്സ്, അതായത് കോളേജിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഡിസ്ട്രിക്ട് എക്സാമിനേഷൻ ഓഫീസേഴ്സും അതുപോലെ സ്കൂൾ സൂപ്പർവൈസേഴ്സിനെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്തു, അപ്പോയിൻമെൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കൃത്യം 35 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും മാക്കുലീസ് വന്നു. അപ്പം മാക്കുലീസ് മിനിറ്റ്സ് അപ്പോൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ. മാക്കുലീസ് നമുക്കറിയാം എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം ഇംഗ്ലീഷ് വേണം, ഇംഗ്ലീഷ് അത്യാവശ്യമാണ്. പിന്നെ എഡ്യൂക്കേഷൻ എന്തിനാ, ഏജ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് മാക്കുലീസ് പറഞ്ഞത്. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇതിൽ വലിയ മീനിങ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് ആ ഒരു സ്റ്റോറിയിലേക്ക് നിങ്ങളങ്ങ് പോയാൽ മതി. അപ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും അവിടെ വുഡ് ഡിസ്പാച്ച്, അതായത് ഒരു 54 വുഡ് മരത്തടികൾ 54 എണ്ണം കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, 54 വുഡ്സ് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 23 ആനകൾ 35 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും 54 വുഡ്സ്, അതായത് മരങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തത് 54 എണ്ണം വളരെ വലുപ്പമുള്ളത് കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. വുഡ് ഡിസ്പാച്ച് 1854. ഈ വുഡ് ഡിസ്പാച്ചിൻ്റെ മറ്റൊരു പേരാണ് മാഗ്ന കർത്ത ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ഈ ഒരു കീവേഡ് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ളതാണ്. എന്നെ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഈ പോയിൻ്റ് കണ്ടപ്പോൾ വളരെയധികം സന്തോഷമായിട്ടുണ്ടാവും. കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ,
അപ്പോൾ 54 വുഡ്സ് അവർ കൊണ്ടുവന്ന് ഇറക്കി. അതിന് വുഡ്സ് ഡിസ്പാച്ചിൻ്റെ മറ്റൊരു പേര് മാഗ്ന കർത്ത എന്നുള്ളതാണ്. പിന്നീട് ഞാൻ ഒരു പോയിൻറ്റും കൂടെ അതിൻ്റെ ഒപ്പം ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് അവിടെ 3 യൂണിവേഴ്സിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 യൂണിവേഴ്സിറ്റീസ് അറ്റ് മദ്രാസ്, ബോംബെ, കൽക്കട്ട. ഓക്കെ, ഫോർ സ്പ്രെഡിങ് വെസ്റ്റേൺ ഫിലോസോഫിക്കൽ തോട്ട്സ്. അവർ കൂടുതലും ഒരു വെസ്റ്റേൺ ഫിലോസോഫിക്കൽ തോട്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടീമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ അവർ തീരുമാനിച്ചു. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ 23 ആനകളും 35 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മാക്കുലി എത്തി. പിന്നെ 54 വുഡ്സും വന്നു. ഇനി നമുക്ക് ആരാ വേണ്ടത്? ഹണ്ടർ. 23 ആനകൾ വന്നിട്ടില്ലേ, അവരെ ഒന്ന് സൈഡാക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഹണ്ടർ വരുന്നത്. ഹണ്ടർ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രായം കുറഞ്ഞതൊന്നുമല്ല, ഒരു 82-83 ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ഹണ്ടറാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഹണ്ടർ കമ്മീഷൻ 1882-83. ഇറ്റ് ഈസ് നോൺ ആസ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഓക്കെ, ഹണ്ടർ കമ്മീഷനെ വിളിക്കുന്നത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ്. ഓക്കെ, ഹണ്ടർ കമ്മീഷൻ എന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹണ്ടർ വന്നു. ആൾക്ക് ഒരു 82-83 ഏജ് ഉണ്ട്. ആൾ ഭയങ്കര പ്രായമുള്ളതാണെങ്കിലും പക്ഷേ ഒരു ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരാളാണ്. ഓക്കെ, ആ ഹണ്ടറിനെ നമ്മൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ആൻഡ് ഫ്രാഗ്മെൻറ്റഡ് എഡ്യൂക്കേഷൻ ഇൻ ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഈ ഒരു ഹണ്ടർ എഡ്യൂക്കേഷൻ വന്നിട്ടാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷനെ നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തു. അതായത് പ്രൈമറി എഡ്യൂക്കേഷൻ വേറെ, ഹയർ എഡ്യൂക്കേഷൻ വേറെ, അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇത്ര പോയിൻറ്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാം. 1813 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ചാർട്ടേഡ് വെച്ച്, ചാർട്ടിൽ ആക്ട് എഴുതി, അതുകൊണ്ട് ചാർട്ടേഡ് ആക്ട്. അത് കഴിഞ്ഞ് 4 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊരു കോളേജ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 23 ആനകൾ, അവിടെ നമ്മൾ കുറച്ച് സ്കൂളിലേക്ക് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്തത്. പിന്നെ 35 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മാക്കുലീസ് വന്നു. പിന്നെ 54 വുഡ്സ് വന്നു. എന്നിട്ട് ഈ ഒരു 23 ആനകളെ മാറ്റണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു ഹണ്ടർ വന്നു. ഹണ്ടർ എന്ന് പറഞ്ഞാൽ ഹണ്ടർ കമ്മീഷൻ. ആ ഒരു ഹണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കൊരു 82-83 ഇയേഴ്സ് ഉണ്ട്. ഓക്കെ, ആ ഒരു ഹണ്ടറിനെ വിളിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ്. ആൾ വന്നിട്ടാണ് 2ആക്കി ഡിവൈഡ് ചെയ്തത്. അതായത് വേണമെങ്കിൽ നമുക്ക് പറയാം ആനകളെ 2 സൈഡിലേക്കായിട്ട് മാറ്റി. അപ്പോൾ ഒരു സൈഡിൽ പ്രൈമറിയും മറ്റു സൈഡിൽ ഹയർ എഡ്യൂക്കേഷൻ, അങ്ങനെ ഡിവൈഡ് ചെയ്തു എന്നും ആക്കാം. ഓക്കെ, എന്നിട്ട് അപ്പോഴേക്കും അവിടെ നമ്മളുടെ 18 കാലഘട്ടം ഏകദേശം കഴിയാറായി. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ 82-83 ഇയേഴ്സുള്ള ഒരു ഹണ്ടറാണ് വന്നതെന്നുള്ളത്. അപ്പോഴേക്കും അവിടെ ഒരു 82-83 അപ്പോഴേക്കും ആ ഒരു കൊല്ലം കഴിയാറായി. ഓക്കെ, അങ്ങനെ ആ ഒരു കൊല്ലം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു കൊല്ലത്തിൽ നമുക്ക് വേണ്ട ഇയേഴ്സ് എന്ന് പറയുന്നത് 1813, 1817, 1823, 1835, 1854, 1882-83. അങ്ങനെ 18 എന്ന് പറയുന്ന ആ ഒരു കൊല്ലം ഏകദേശം തീരുമാനമായി. ഓക്കെ, കഴിഞ്ഞു. ആ 18 കൊല്ലം തീരുമാനത്തിലെത്തി. ഇനി നെക്സ്റ്റ് നമ്മൾ ഫ്രഷായിട്ട് പുതിയതായിട്ട് 19s തുടങ്ങുകയാണ്. 19s എന്ന് പറയുമ്പോൾ 19s തുടങ്ങുമ്പോൾ തന്നെ 1901 അത് അത്ര നല്ല ഇയറായിട്ട് അവർക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ അവർ 1902 എന്നുള്ള ഇയറാണ് അവർ ചൂസ് ചെയ്തത്. ആ ഒരു ഇയറിൽ അവർ സ്റ്റാർട്ട് ചെയ്തത് യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ ആണ്. അതിന് യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ ആയതുകൊണ്ട് തന്നെ ലോർഡ് ക്രൂസനാണ് അതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തത്. ലോർഡ് ക്രൂസൻ അപ്പോയിൻറ്റഡ് ദ കമ്മീഷൻ അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് സർ തോമസ് റേഹിൽ. ഓക്കെ, ലോർഡ് ക്രൂസനാണ് അവിടെ ആൾ കളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ 1902. ലോർഡ് ക്രൂസനാണ് അവിടെ കുറച്ച് ഒരു ആളായിട്ടുണ്ടായിരുന്നത്. ആളാണ് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്റ്റഡി ദ കണ്ടീഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ് ആൻഡ് റെക്കമെൻഡ് ദ മെഷേഴ്സ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ ആയതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റീസിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് അവർ പഠിച്ചു. ഓക്കെ, ആൻഡ് റെക്കമെൻഡ് ദ കണ്ടീഷൻസ് ആൻഡ് റെക്കമെൻഡ് ദ മെഷേഴ്സ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്സ്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് മൈ പോയിൻറ്റ്. ഓക്കെ, അങ്ങനെ 1902 കഴിഞ്ഞു. നമ്മൾ 1813 കഴിഞ്ഞിട്ട് 4 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ പിന്നീട് അവർ ആ ഹിന്ദു കോളേജ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ഇവിടെയും ഒരു 4 കൊല്ലത്തിൻ്റെ ഗ്യാപ്പ് ഇട്ടു. ഓക്കെ,
യൂണിവേഴ്സിറ്റീസ് കമ്മീഷൻ കഴിഞ്ഞ് ഒരു 4 കൊല്ലം, അപ്പം 1906 ആയി. ഓക്കെ, 1906 ആയപ്പോൾ അവർ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ ഓക്കെ, യൂണിവേഴ്സിറ്റീസ് കമ്മീഷനാണ് 1902 തുടങ്ങിയെങ്കിൽ ആ യൂണിവേഴ്സിറ്റീസ് കമ്മീഷനിൽ നിന്ന് കുറച്ചങ്ങ് നീങ്ങി നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷനാണ് 1906 തുടങ്ങിയത്. ഇത് സെറ്റപ്പ് ചെയ്തത് സ്വദേശി നാഷണലിസ്റ്റ് ലീഡേഴ്സാണ്. ഇവിടെ ഇവർ കൂടുതൽ ഫോക്കസ് കൊടുത്തത് ടീച്ചിങ് ട്രഡീഷൻ, കൾച്ചറൽ, മോറൽ അലോങ് വിത്ത് ദ മോഡേൺ എഡ്യൂക്കേഷൻ ഇൻ വെർനാക്കുലർ ലാംഗ്വേജ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നാഷണൽ യൂണിവേഴ്സിറ്റി ഇൻ ബംഗാൾ. ഈ കൊല്ലം നടന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവരിപ്പോൾ സ്പെസിഫൈ ചെയ്തത്. ഒന്ന് സ്വദേശി നാഷണലിസ്റ്റ് ലീഡേഴ്സ്, പിന്നെ വേറൊന്ന് ടീച്ചിങ് ദ ട്രഡീഷൻ, കൾച്ചർ, മൊറൽസ് അലോങ് വിത്ത് ദ മോഡേൺ എഡ്യൂക്കേഷൻ. ഇതാണ് അവർ ഫോക്കസ് ചെയ്തത്. പിന്നെ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം. നാഷണൽ യൂണിവേഴ്സിറ്റി ഇൻ ബംഗാളും ഈ ഒരു ഇയറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾ ഓർക്കേണ്ടത്? നാഷണൽ യൂണിവേഴ്സിറ്റി ഇൻ ബംഗാൾ. ഓക്കെ, എനിക്കറിയാം പോകെ ഇത് കുറച്ച് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ബട്ട് ഈവൻ ദോ നമ്മൾ പഠിച്ചിരിക്കണം. അത് നമ്മൾക്ക് അത്യാവശ്യമായിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. 19 തുടങ്ങിയുള്ള കാലഘട്ടം 1902 സംഭവിച്ചത് യൂണിവേഴ്സിറ്റീസ് കമ്മീഷനാണ്. അവിടെ ലോർഡ് ക്രൂസനാണ് ആൾ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആൾ കുറച്ച് അപ്പോയിൻമെൻറ്റും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടത്തി. അത് കഴിഞ്ഞ് 4 കൊല്ലം ബ്രേക്കിന് ശേഷം അവർ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് പറയാം അത് സ്വദേശി നാഷണലിസ്റ്റ് ലീഡേഴ്സാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ സ്വദേശി നാഷണലിസ്റ്റ് ലീഡേഴ്സ്, അതായത് പണ്ടത്തെ ആൾക്കാർ, അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ കൂടുതൽ അവർ ട്രഡീഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു, കൾച്ചറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു, മോറൽസ് എന്നാൽ പോലും അവർ മോഡേൺ എഡ്യൂക്കേഷനും അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തു എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മൾ 1906 പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്തത് വരുന്നത് നമ്മളുടെ ചാർട്ടേഡ് ആക്ട് എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ. അതായത് 1913 അവർ റെസൊല്യൂഷൻ ഓൺ എഡ്യൂക്കേഷൻ പോളിസി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, റെസൊല്യൂഷൻ ഓൺ എഡ്യൂക്കേഷൻ പോളിസി, അതായത് എഡ്യൂക്കേഷൻ പോളിസിയിൽ കുറച്ച് റെസൊല്യൂഷൻസ്, കുറച്ച് മാറ്റങ്ങളും കുറച്ച് കാര്യങ്ങളും അവർ വരുത്താൻ പ്ലാൻ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ചാർട്ടേഡ് ആക്റ്റിലേക്ക് തന്നെയാണ് വീണ്ടും പോണേ. അപ്പം നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ജസ്റ്റ് ഈ ഒരു 19 സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നമ്മൾ 1902 അത് കഴിഞ്ഞ് 4 കൊല്ലം ഗ്യാപ്പിട്ട് 1906 അവർ ചൂസ് ചെയ്തു എന്നുള്ളൂ. പിന്നെ വരുന്ന ഇയർ എന്ന് പറയുന്നത് 1913 ആണ്. ഓക്കെ, ഇവിടെ അവർ ഫോക്കസ് കൊടുത്തത് റെക്കമെൻഡഡ് എ യൂണിവേഴ്സിറ്റി ഫോർ ഈച്ച് പ്രൊവിൻസ്. ഓരോ പ്രൊവിൻസിനും അവർ ഓരോ യൂണിവേഴ്സിറ്റിനെ പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ. നമ്മൾ എഡ്യൂക്കേഷൻ പോളിസിയിൽ കുറച്ച് റെസൊല്യൂഷൻസൊക്കെ വരുത്തിയതുകൊണ്ട് തന്നെ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ നമുക്ക് കണക്ട് ചെയ്ത് പറയാം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1817 അവർ കൽക്കട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹിന്ദു കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന്. ഓക്കെ, അപ്പോൾ എത്ര കൊല്ലം കഴിഞ്ഞപ്പോഴാണ്? 100 കൊല്ലം കഴിഞ്ഞപ്പോൾ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ, ഓക്കെ, കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ 1917 സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷനെയാണ് സാൽദാർ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ സാൽദാർ കമ്മീഷൻ നോട്ട് ചെയ്ത് വെച്ചോ, കാരണം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളുടെ കേരള സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായതാണ്. ഓക്കെ, ഈ സാൽദാർ കമ്മീഷൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്തത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് ഇമ്പോർട്ടൻസോട് കൂടി തന്നെ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഇറ്റ് റെക്കമെൻഡ്സ് ദ മെഷേഴ്സ് ഫോർ വുമൺ എഡ്യൂക്കേഷൻ. പെൺകുട്ടികൾക്കുള്ള എഡ്യൂക്കേഷന് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു. അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് എഡ്യൂക്കേഷൻ, ഡിഗ്രി കോഴ്സസ് ടു ബി 3 years. നമ്മളിപ്പോൾ പറയാറില്ലേ ഡിഗ്രി കോഴ്സസ് 3 കൊല്ലം എന്ന്. അതൊക്കെ ആര് സ്റ്റാർട്ട് ചെയ്തത്? ഈ സാൽദാർ കമ്മീഷൻ, അതായത് കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷനാണ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ആൻഡ് ഫെസിലിറ്റേറ്റ്സ് ഫോർ ട്രെയിൻഡ് ടീച്ചർ. ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനുള്ള ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു 100 കൊല്ലത്തിൻ്റെ ഗ്യാപ്പിൽ അവർ 1817 സംഭവിച്ചത് എന്താണ്? എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഹിന്ദു കോളേജ് ഇൻ കൽക്കട്ടയാണ്. ഓക്കെ,
കൽക്കട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഹിന്ദു കോളേജ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. 100 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ തന്നെയാണ് അവിടെ ഉണ്ടായത്. ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഒരു കമ്മീഷനെ നമ്മൾ വിളിക്കുന്നത് സാദ്ലാർ കമ്മീഷൻ എന്നാണ്. ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് വുമൺ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് എഡ്യൂക്കേഷൻ, പിന്നെ ഡിഗ്രി കോഴ്സസ് ടു ബി 3 years. അത് നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്നതാണ്. ഓക്കെ, നമ്മൾ പഠിക്കുന്ന ഡിഗ്രി കോഴ്സസ് 3 കൊല്ലം ആക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലേ? സാദ്ലാർ കമ്മീഷനാണെന്നുള്ളത്. അതാണ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ഫെസിലിറ്റേറ്റ്സ് ഫോർ ട്രെയിൻഡ് ടീച്ചേഴ്സ്. വിത്ത് ദിസ് നോട്ട് ഐ ആം കൺക്ലൂഡിങ് ദിസ് വീഡിയോ. ഐ വിൽ ബി ഷെയറിങ് ദ നെക്സ്റ്റ് വീഡിയോ ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ, ഇന്ന് തന്നെ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ വിൽ ബി ഡെഫിനറ്റ്ലി പോസ്റ്റിംഗ് ഒരു 10 or 11 ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, with this note I am concluding now. Let's see in the next video. Till then, work hard and study well. Thank you.